ഹലോ, നമ്മളിവിടെ വന്നിരിക്കുന്നത് നെയ്ച്ചോറും കായ്ച്ചാറിൻ്റെയും ചിക്കൻ ഗ്രേവിയുടെയും ഫുള്ള് റെസിപ്പി ആയിട്ടാണ്. ആദ്യം നമുക്ക് ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിന് ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കാം. ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട ഇട്ട് കൊടുക്കുക. പട്ട ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഏലക്കായ് അതിലേക്ക് ആഡ് ചെയ്യാം. ഏലക്കായും ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് വലിയ ഉള്ളി അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വലിയുള്ളി ഇട്ട് കൊടുത്ത് നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് വലിയുള്ളി ഒന്ന് വാടി വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് വെള്ളം ഒന്ന് കുതിരാൻ വയ്ക്കാം. അരി ഒന്ന് കുതിരാൻ വയ്ക്കാനുണ്ട്. അരി അളന്ന് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് വാടി വന്ന ഉള്ളിയിലേക്ക് മല്ലിത്തഴ ഇട്ട് കൊടുത്ത് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയുടെ പച്ചമണം മാറിയതും അത് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒരു പാത്രം അരിക്ക് ഒരു 1.5 പാത്രം വെള്ളം എന്ന ലെവലിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആ വെള്ളത്തിലോട്ട് നാരങ്ങയും തൈരും നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമുക്ക് തിളച്ച ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച ശേഷം കഴുകി വാരി വെച്ച അരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് അത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും മൂടി വയ്ക്കാം. അടച്ച് വെച്ച് ഒന്ന് വെള്ളം വറ്റി ഈ ലെവലാവുന്നത് വരെ ഒന്ന് വെള്ളം വറ്റിക്കുക. വെള്ളം വറ്റി വന്നതിന് ശേഷം നമുക്ക് ദമ്മിടാനുള്ള സെറ്റപ്പ് ആക്കാം. ചോറ് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് അതിൻ്റെ മേലെ തട്ട് വെച്ച് തീൻ്റെ കനൽ വാരിയിട്ട് നമുക്ക് ദമ്മ് വെച്ച് സെറ്റാക്കാം. 20 മിനിറ്റ് നമുക്കിത് ദമ്മ് വയ്ക്കണം. അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ലെവലായിട്ട് കിട്ടും. അതിലേക്ക് മല്ലിത്തഴ, പുതിന എന്നിവയിട്ട് അതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിയിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കുക. പിന്നെ അതിനൊന്ന് എടുത്ത് ഇളക്കി കൊടുത്ത് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് പുറത്തേക്ക് ഓർഡർ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അതിലേക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടിയതിന് ശേഷം ആവശ്യത്തിനുള്ള വലിയുള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് ചെറിയുള്ളി ചതച്ചത്, നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയുള്ളി ചതച്ചത്, അതുപോലെ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഒന്ന് വാടിയ ശേഷം വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി ചതച്ചതും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുക.
നല്ല അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിത്തഴ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം മല്ലിത്തഴ ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ അതിന്. അതിനുശേഷം നമുക്ക് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. 3 to 4 നമുക്ക് 25 പേർക്കുള്ള ഓർഡറാണ്. 3 to 4 സ്പൂണോളം നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ചിക്കൻ മസാലേൻ്റെ പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം ഈ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയ പോലെ ആക്കിയാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ഈ ടൈമിൽ ഒന്ന് ഇട്ട് ഇളക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നായിരിക്കും. ഇപ്പോൾ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഈ വീഡിയോയിലൂടെ കിട്ടും നിങ്ങൾക്ക്. അതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ നല്ല ടേസ്റ്റിൽ കിട്ടും. നമ്മൾ വെക്കുന്ന കറി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതൊന്ന് വാടിയ പിന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറിയ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. ഇതിലൊരു 10-15ഓളം തക്കാളി ഉണ്ട്. നമുക്കതിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്കുള്ള ചിക്കൻ വാരിയിടാം. ചിക്കൻ കഴുകി വെച്ച ചിക്കൻ നമുക്കതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളൊക്കെ ചിക്കനിൽ പിടിക്കുന്നത് പോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. പിന്നെ കുറച്ച് തൈര് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് നാരങ്ങ, ഒരു 4 പീസ് നാരങ്ങ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മൂടി വെച്ച് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കായ്ച്ചാറിനുള്ള കായ്ച്ചാറിൻ്റെ റെസിപ്പിയാണ്. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ജീരകം ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം വലിയുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് മല്ലിത്തഴ, കറിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് കടലപ്പരിപ്പും തുവരപ്പരിപ്പും കൂടെ വേവിക്കാനിടാം. നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് 2 സ്പൂണ് ചെറുള്ളി ചതച്ചത്, 2 സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ പച്ചമുളക് ചതച്ചത് 2 സ്പൂണ്, ഇഞ്ചി ചതച്ചത് 2 സ്പൂണ് എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള പുളി വെള്ളത്തിലിട്ട് മാറ്റി വയ്ക്കണേ. അത് ഓർമ്മയോടുകൂടി ചെയ്യണേ. അതിനുശേഷം നമുക്ക് ഗരം മസാലപ്പൊടി 2 സ്പൂണ് ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളി ഇതൊന്ന് വാടി വന്ന് ഗരം മസാലയുടെ മണം മാറിയ ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. ഈ ഗരം മസാലപ്പൊടി വീട്ടിലുണ്ടാക്കുന്നതാണ്. അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റിൽ ഇടുക. തക്കാളി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, കായ്ച്ചാറിന് വേണ്ട പച്ചക്കറികളെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയും ഇടാവുന്നതാണ്. മാങ്ങ പക്ഷേ ലാസ്റ്റ് ഇടാൻ പറ്റുള്ളൂ. വേഗം വെന്തുടയുന്നത് കാരണം മാങ്ങ ലാസ്റ്റ് ഇടാം നമുക്ക്. അപ്പോൾ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന്
പരിപ്പ് വേവിക്കുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. അതുപോലെ നമുക്ക് പരിപ്പ് ഇതിലേക്ക് ഒഴിക്കുന്ന വീഡിയോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. പരിപ്പ് ഒഴിക്കുമ്പോൾ പച്ചക്കറി എല്ലാം വെന്ത ശേഷമാണ് പരിപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. പരിപ്പിൻ്റെ കൂടെ തുവരപ്പരിപ്പും കടലപ്പരിപ്പും വേവിച്ച് വെച്ചതിൽ നമ്മളിപ്പോൾ ഈ കറിക്ക് എടുത്തിരിക്കുന്നത് തേങ്ങയാണ്. 5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 5 തേങ്ങ അരച്ച് പരിപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കായ്ച്ചാറിലേക്ക് ഒഴിക്കുക. നമ്മളിതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, പച്ചക്കറിയിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ചേർക്കുക. നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ട് നമുക്ക് പരിപ്പും തേങ്ങയും കൂടെ മിക്സ് ചെയ്തിടുന്ന വീഡിയോ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ തേങ്ങ മാത്രം ആഡ് ചെയ്യുന്ന വീഡിയോ ആണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. പിന്നെ ഇതിലേക്ക് പുളി പൊഴിഞ്ഞ് മാങ്ങയും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പുളി പൊഴിഞ്ഞ് ആവശ്യത്തിനുള്ള പുളി പൊഴിഞ്ഞ് ഒഴിക്കുക. നമ്മൾ വാളൻപുളി എന്നാണ് വാളൻപുളിയാണ് ഇതിൽ ഒഴിക്കുന്നത്. അപ്പോൾ ചാറ് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പിലയും മല്ലിത്തഴ ഇട്ടിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. അങ്ങനെ നമ്മുടെ കൊണ്ടുപോകാനുള്ള അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറും നല്ല ചിക്കൻ ഗ്രേവിയും നല്ല കായ്ച്ചാറും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിലെല്ലാം ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവരെ വന്ന് നമ്മുടെ ഐറ്റംസ് എടുത്തുകൊണ്ട് പോയിക്കോളും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ.